നിരവധി പതിറ്റാണ്ടുകൾ സി പി എമ്മിൻ്റെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ച് സി പി എമ്മിനോട് പിണങ്ങി ഞങ്ങളുടെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന ശ്രീ ജി സുധാകരനെതിരായി മുഖ്യമന്ത്രി വളരെ വില കുറഞ്ഞ കമൻറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്, പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. സുധാകരനെ മത്സരിപ്പിച്ച ഗതികേട് കോൺഗ്രസിനുണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുധാകരന് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥിയാണ് എന്നെല്ലാമുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതായത് സി പി എം വിട്ടുവന്നവർ നമ്മൾ പിന്തുണ കൊടുക്കാൻ പാടില്ല, കോൺഗ്രസോ മുസ്ലിം ലീഗോ വിട്ടുവന്നവർക്ക് സി പി എമ്മിന് പിന്തുണ കൊടുക്കാം. എന്തൊരു ഇരട്ടത്താപ്പാണ് ഈ മുഖ്യമന്ത്രിക്ക്, എന്തൊരു ഇരട്ടത്താപ്പാണ്. ലീഗ് വിട്ടുവന്ന ജലീലിനെ സ്ഥാനാർത്ഥിയാക്കിയില്ലേ സി പി എം ഇല്ലേ? അബ്ദുൾ റഹ്മാൻ കോൺഗ്രസ് വിട്ടുപോയ ആളെ സി പി എം സ്ഥാനാർത്ഥിയാക്കിയില്ലേ? എത്ര പേര് എവിടെയെല്ലാം ആക്കി, എത്ര ആളുകളാക്കി. ലീഗ് വിട്ടുവന്ന മുസ്തഫയെ പെരിന്തൽമണ്ണയിൽ സ്ഥാനാർത്ഥിയാക്കിയില്ലേ? അപ്പോൾ ലീഗും കോൺഗ്രസും വിട്ടുവന്ന ആളുകളെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാക്കാം, സി പി എം വിട്ടുവന്ന ആൾക്ക് ഞങ്ങൾക്ക് പിന്തുണ കൊടുക്കാൻ പാടില്ല. മുഖ്യമന്ത്രിയുടെ ഈ പരസ്പര വിരുദ്ധമായ വർത്തമാനമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വാർത്ത. അദ്ദേഹം പറയുന്നതിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല. സ്വന്തം പാർട്ടി അദ്ദേഹം തന്നെ കോൺഗ്രസും ലീഗും വിട്ടുവന്ന എത്രയോ പേർക്ക് സീറ്റ് കൊടുത്തിട്ട് സി പി എം വിട്ടുവന്ന ഒരാൾക്ക് ഞങ്ങൾക്ക് സീറ്റ് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ്, എവിടത്തെ ന്യായമാണ്? മാത്രമല്ല, ഇദ്ദേഹത്തോട് എങ്ങനെയാണ് സംവാദം നടത്തുന്നത്? ഫേസ്ബുക്കിൽ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി ഇല്ലല്ലോ. അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചാൽ നമ്മൾ മറുപടി കൊടുത്താൽ പിന്നെ കണ്ടം വഴി ഓടുകയെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ സോഷ്യൽ മീഡിയയിലെ ഭാഷയാണ്. പക്ഷേ പിന്നെ അതിനെപ്പറ്റി ഒരു പിടിയില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 4,43,000 വീട് വെച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ 4,000 വീട് മാത്രമേ വെച്ചുള്ളൂ. ഞാൻ പറഞ്ഞത് യമണ്ടൻ നുണയാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ അതിൻ്റെ മുഴുവൻ തെളിവുകൾ ഹാജരാക്കിയപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായി യമണ്ടൻ നുണ പറഞ്ഞത് മുഖ്യമന്ത്രി തന്നെയാണ്. പിന്നെ അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള മിണ്ടാട്ടവും ഇല്ല. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. ജമാഅത്ത് ഇസ്ലാമിയെ പറ്റി പറഞ്ഞത് പിന്നെ മാറ്റി പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ബി ജെ പി RSSുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഞാൻ 1977 മാർച്ച് 4 ദേശാഭിമാനിയിലെ ആർട്ടിക്കിൾ ഞാൻ കാണിച്ചു തരാം. എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാം? ജനസംഘം എന്ന് പറയുന്നത് ഒരു വർഗീയ പാർട്ടിയല്ല, ജനസംഘം ന്യൂനപക്ഷ വിരുദ്ധരല്ല, കോൺഗ്രസ്സുകാരാണ് ജനസംഘത്തിൻ്റെ തലയിൽ ഇതെല്ലാം കെട്ടിവെച്ചിരിക്കുന്നത്. നമ്മൾ ലൈബ്രറിയിൽ നിന്ന് എടുത്താണ്, തപ്പിപ്പോയാൽ നമ്മളും പോകുമല്ലോ. ആ കാലഘട്ടത്തിലാണ്, അതായത് ജനസംഘം എന്ന് പറയുന്നത് ഒരു വർഗീയ പാർട്ടി അല്ലെന്നും അവർക്ക് വർഗീയതയില്ലെന്നും ന്യൂനപക്ഷ വിരുദ്ധരല്ലെന്നും ഇതെല്ലാം കോൺഗ്രസ്സുകാർ മനഃപൂർവ്വം പറഞ്ഞ് അവരുടെ തലയിൽ കെട്ടിവെച്ചതാണെന്നും ലേഖനമാണ് എഡിറ്റോറിയൽ പേജിൽ ദേശാഭിമാനിയില്ല. ഞാൻ ഡേറ്റ് ഇട്ട് തരാം. ആ ലേഖനം എഴുതി വെച്ചിരിക്കുക EMS ആണ് അന്ന് അതിൻ്റെ പത്രാധിപര്. അപ്പോൾ ജനസംഘത്തെ വെള്ളപൂശി കൊടുത്ത പാർട്ടിയാണ് സി പി എം. എന്നിട്ട് അവരുടെ പിന്തുണയോടുകൂടി ജയിച്ചു വന്ന ആളാണ് ഈ RSSൻ്റെ പിന്തുണയോടുകൂടി. എന്നിട്ട് നമ്മളെ ഇപ്പോൾ മതേതരത്വത്തിന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വരികയാണ് അദ്ദേഹം. ഇതെല്ലാം ഇവരുടെ ചരിത്രം ഇതാണ്. ഇപ്പോൾ വെൽഫെയർ പാർട്ടി നമ്മളെ പിന്തുണച്ചപ്പോൾ ബഹളമുണ്ടാക്കിയ സി പി എം ഇപ്പോൾ PDPയും SDPയെയും പിന്തുണച്ചപ്പോൾ എന്താ പറയുന്നത്? ഞങ്ങളെ പിന്തുണച്ച് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. എന്തൊരു ഇരട്ടത്താപ്പാണ്, എന്തൊരു കാപട്യമാണ്. അതാണിപ്പോൾ വെളിവായിരിക്കുന്നത് മുഖ്യമന്ത്രിയിൽ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സംവാദത്തിന് വരാത്തത്. സംവാദത്തിന് വന്ന് ഞാൻ ഇതൊക്കെ ചോദിക്കുന്ന അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അപ്പോൾ സംവാദം പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ പോരല്ലോ. നേരിട്ടുള്ള സംവാദമാകുമ്പോൾ അത് അപ്പം തന്നെ മറുപടി പറയണ്ടേ? ഞാൻ സംവാദത്തിന് റെഡിയായത് അദ്ദേഹം പറയുന്ന മുഴുവൻ കാര്യങ്ങളും പൊളിച്ചടുക്കി കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉത്തമ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്, ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞത്. ഫേസ്ബുക്കിലുള്ള സംവാദത്തിൻ്റെ കുഴപ്പം അപ്പം ചോദിക്കുന്ന ചോദ്യമല്ല പിറ്റേ ദിവസം മറുപടി പറയുന്നത്. പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ വേറെ ഏതോ വിഷയമാണ് ഇരുന്നത്. എല്ലാത്തിനും മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് യുക്തിഭദ്രതയുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഡേറ്റയുണ്ട്, ഞങ്ങളത് പറയുന്ന കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റും നമുക്ക്. ഞാൻ പറഞ്ഞല്ലോ 4,43,000 വീടെന്ന് ഞാൻ അന്തരീക്ഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കണക്ക് പറഞ്ഞല്ലോ. അത് നിയമസഭയിൽ ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നതും പ്ലാനിംഗ് ബോർഡിൻ്റെ റിപ്പോർട്ടും അടക്കം തന്ന സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇവരുടെ ചരിത്രം ഇതാണ്.
ഇവരാരുമായിട്ട് കൂട്ടുകൂടും? പറയല്ലോ 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം 4 വോട്ടിന് വേണ്ടി ഞാൻ ആ വാക്കൊന്നും ഞാൻ ഉപയോഗിക്കില്ല, രാഷ്ട്രീയ ചെറ്റത്തരം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കില്ല, ഞങ്ങളാരും ഉപയോഗിക്കില്ല. പക്ഷെ 4 വോട്ടിന് വേണ്ടി RSSുമായിട്ട് കൂടാം, 4 വോട്ടിന് വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയായിട്ട് കൂടാം, 4 വോട്ടിന് വേണ്ടി SDP ആയിട്ട് കൂടാം, 4 വോട്ടിന് വേണ്ടി PDP ആയിട്ട് കൂടാം. ഇതെല്ലാം തെളിയിച്ച പാർട്ടിയാണ് CPM. ഇതെല്ലാം തെളിയിച്ച പാർട്ടിയാണ് CPM. എന്നിട്ട് നമ്മളോട് പറയാണ് വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ഞങ്ങൾ തയ്യാറാണെന്നേ, നിങ്ങൾ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. വിഴിഞ്ഞം തുറമുഖം തൊട്ട് തുടങ്ങാം. നിങ്ങൾക്ക് എന്ത് പങ്കാണുള്ളത് വിഴിഞ്ഞം തുറമുഖത്തിൽ? വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ എഗ്രിമെൻറ്റിൽ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നതാണ് വിഴിഞ്ഞം തുറമുഖം. അപ്പോൾ 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണെന്നും തട്ടിപ്പാണെന്നും കടൽക്കൊള്ളയാണെന്നും പ്രചരണം നടത്തിയ ആളുകളാണ് ഇപ്പം അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നത്. ആ എഗ്രിമെൻറ്റിൻ്റെ അകത്ത് ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. റെയിൽ കണക്ടിവിറ്റി വേണം, റോഡ് കണക്ടിവിറ്റി വേണം. ഒരു ചുക്കും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ഈ ഗവൺമെൻറ്, ഈ LDF ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല വിഴിഞ്ഞത്ത്. ഗവൺമെൻറ് അവരുമായിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ അകത്ത് ഗവൺമെൻറ്റിൻ്റെ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതൊന്നും ചെയ്യാതെ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഈ വിഴിഞ്ഞം തുറമുഖം ഞങ്ങളുടേതാണ് എന്ന് പറയുന്ന അവകാശവാദം, എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ഉള്ളൊരു അവകാശവാദമാണത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങൾ പൂർത്തിയാക്കി. ഞങ്ങൾ ഗെയിൽ പൈപ്പ് ലൈൻ ഇടുമ്പോൾ അത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ച് വെച്ച ബോംബാണെന്ന് പറഞ്ഞ ആൾ ഇവിടെ വ്യവസായ മന്ത്രിയായിട്ടിരിക്കുക. മനസ്സിലായി? കൊച്ചി മെട്രോ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. കൊച്ചി മെട്രോയ്ക്കെതിരെ സമരം ചെയ്ത ആളുകളാണ് ഇവർ. ഏത് വികസനത്തിനാണ് അനുകൂലമായി നിന്നത്? എല്ലാ പ്രധാനപ്പെട്ട വികസന പരിപാടികളും ഏത് പ്രോജക്റ്റാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്? ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ വികസനത്തെ പറ്റിയാണെങ്കിൽ വികസനത്തെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചാണെങ്കിൽ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. എന്താ സംശയം? ഏത് വിഷയം, ഡീലിനെ പറ്റിയാണെങ്കിൽ ഡീലിനെ പറ്റിയാവാം. ഇപ്പം എല്ലാവരുമായിട്ട് ഡീലാണ്. എങ്ങനെയെങ്കിലും ഏതെങ്കിലും 4 വോട്ട് കിട്ടാൻ വേണ്ടി മറ്റത് ചെയ്യില്ല എന്ന് പറഞ്ഞ ആളുകൾ 4 വോട്ട് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും, എന്തും മടിക്കാത്തതാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്.